ആവിയിൽ വേവിച്ച പലഹാരങ്ങളോടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പച്ചരി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 4 മുതൽ 6 മണിക്കൂർ നേരത്തേക്ക് നല്ലപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കാം. ഇത് ആ ഒരു രീതിക്ക് സോക്ക് ചെയ്തെടുത്തിരിക്കുന്ന പച്ചരിയാണ്. ഇനി ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ശർക്കരപ്പാനിയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ മെൽറ്റായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. 1/4 കപ്പ് വെളുത്ത അവൽ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അവലില്ലാന്നുണ്ടെങ്കിൽ സെയിം അളവിൽ തന്നെ ചോറ് ഉപയോഗിച്ചാലും മതിയാകും. ഇനി ഇവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. എനിക്കിതിലേക്ക് 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു രീതിക്കുള്ള കൂട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതൊരു 8 മുതൽ 10 മണിക്കൂർ നേരത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഫെർമെൻറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ നോക്കൂ, കൂട്ട് നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് കിട്ടേണ്ടത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം നല്ലപോലെ തന്നെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. സ്റ്റീമറിൽ നേരത്തെ വെള്ളം ഒഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ആദ്യം നല്ലപോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് തുറന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേവിച്ചതിന് ശേഷം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഇനി ആവി കയറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഒരു 35 മിനിറ്റ് നേരമാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അരികുകളൊക്കെ ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് വെടിയിച്ചതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഡീമോൾഡായി കിട്ടിക്കോളും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ശർക്കര വട്ടയപ്പാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ പഞ്ചസാര ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ശർക്കര ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.